ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്ക് അരീന. ഒരു ഇടവേളയ്ക്ക് ശേഷം IPL ഇന്ന് പുനരാരംഭിക്കുകയാണ്. RCBയും KKRും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. മഴ ഭീഷണി അവിടെയുണ്ട്. കാരണം ഇന്നലെയൊക്കെ ബംഗളൂരുവിൽ മഴ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും എങ്ങനെയായിരിക്കും RCBയുടെ ഒരു സാധ്യത 11 പ്ലേയിങ് 11 അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ചില ക്രിക്കറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ എടുക്കുന്നത്. RCBയുടെ ഓപ്പണർമാരായിക്കൊണ്ട് വിരാട് കോഹ്ലി അവിടെ ഉണ്ടാകും. അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നും വേണ്ട. അദ്ദേഹത്തോടൊപ്പം ഫിൽ സാൾട്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനിയിപ്പോൾ ഫിൽ സാൾട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ജേക്കബ് ബദൽ അവിടെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഫിൽ സാൾട്ടിനെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇനി മിഡിൽ ഓർഡറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ദേവ്ദത്ത് പടിക്കൽ ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിന്റെ പകരം മായങ്ക് അഗർവാളിനെ RCB കൊണ്ടുവന്നിട്ടുണ്ട്. മായങ്ക് അഗർവാൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി അതല്ല എങ്കിൽ സോസ്തികിനെ അവിടെ പരീക്ഷിക്കേണ്ടി വരും. ഏതായാലും നിലവിൽ നമ്മൾ മായങ്ക് അഗർവാളിനെ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ക്യാപ്റ്റനായ രജിത് പട്ടിദാർ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പട്ടിദാറിന് പരിക്കിന്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു ബാറ്റർ എന്ന നിലയിൽ മാത്രം അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏതായാലും പട്ടിദാർ കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് കൂടുതൽ വ്യക്തമാവേണ്ട ഒരു കാര്യമാണ്. ഇനി റൊമാരിയോ ഷെഫേർഡ് അവിടെ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഒന്നുമില്ല. ജിതേഷ് ശർമ്മ അവിടെ ഉണ്ടാകും. പട്ടിദാർ ഇല്ലെങ്കിൽ ജിതേഷ് ആയിരിക്കും ക്യാപ്റ്റന്റെ സ്ഥാനത്ത് ഉണ്ടാവുക. അതിനുശേഷം ടിം ഡേവിഡ് വരും. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ അവിടെ ഉണ്ടാകും. ഇവരൊക്കെ ഉറപ്പുള്ള താരങ്ങളാണ്. ഇനി ബൗളർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സുയാഷ് ശർമ്മക്ക് സ്ഥാനം ഉറപ്പാണ്. യശ് ദയാൽ അവിടെ ഉണ്ടാകും. ഭുവനേശ്വർ കുമാർ ഉണ്ടാകും. നമുക്കറിയാം ഹേസൽവുഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ലുങ്കി എങ്കിഡിയെയാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. ഉറപ്പായ 11 ഒന്നുമല്ല, മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളും അവിടെയുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.